നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമ്മൾ കുറേ കാലം എടുത്തു എന്ന് വരുമ്പം നമുക്കന്ന് ഒരു സുഹൃത്തുണ്ടാവും അല്ലേ, നമുക്ക് തുറന്നു പറയണം ചില കാര്യങ്ങൾ. അത് അന്ന് ആരായിരുന്നു ആ കൂട്ടുകെട്ടിൽ? നമുക്കൊരു കാര്യം, എനിക്കൊരു വിഷമം വന്നാൽ പറയാൻ എനിക്കൊരാളുണ്ട്. എനിക്ക് അങ്ങനെ പേഴ്സണലി ഒരാളുടെ പേരെടുത്ത് പറയണം എന്ന് എനിക്കില്ല. പക്ഷെ എനിക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ഒരാളുകൾ വാലിഡേഷൻ പോയിന്റ് ഉണ്ടായിരുന്നു. ഓരോ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒരു വാലിഡേഷൻ ഫാക്ടർ ആയിട്ടുണ്ടാവും. ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10 വട്ടമെങ്കിലും അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷേ അത് മാറി. അത് മാറി. കുറേ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസീസ് ഞാൻ മാറ്റി. കോവിഡോട് കൂടിയിട്ടൊരു വല്ലാത്തൊരു ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അത് കുറേ തെറപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എല്ലാം ആക്ച്വലി ആഡഡ് ഓൺ ആയി. ഇപ്പം അങ്ങനെ ഒരു വാലിഡേഷൻ ഫാക്ടർ ഇല്ല എനിക്ക്. ഒരാളെ വിളിച്ചിട്ട് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ടോക്സ് ഇല്ല ഇപ്പം. എന്താണോ എനിക്ക് തീരുമാനിക്കാനുള്ളത് ഞാൻ തീരുമാനിക്കും. അത് ഫെയിലർ ആണോ സക്സസ് ആണോ എന്നുള്ളത് പ്രശ്നമൊന്നുമില്ല. അതങ്ങ് എടുക്കും. എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ഇതാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യും. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ സംഭവം പിന്നീട് അത് വേണ്ടായിരുന്നു, ഇപ്പം നേരത്തെ പറഞ്ഞു, അത് തിരുത്തപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്, അവരോട് തന്നെ നേരിട്ട് പോയി തിരുത്തപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സോറിയും താങ്ക് യു ഒക്കെ പറയാൻ ആക്ച്വലി ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ എൻ്റെ ഈഗോനെ ഞാൻ മുകളിൽ വെക്കാറില്ല. അപ്പം അതൊക്കെയാണ് ഞാൻ സക്സസ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പേഴ്സണൽ ജേണിയിൽ. സോറി പറയണം. നമ്മളുടെ കയ്യിൽ നിന്നൊരു ഇത് വന്നു പോയിട്ടുണ്ട് എന്ന് നമ്മുടെ കോൺഷ്യസ്നെസ്സിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ. ആൻഡ് ചിലപ്പോൾ അവർ ഫൊഗീവ് ചെയ്യാതിരിക്കുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളുടെ കോൺഷ്യൻസ് ക്ലീൻ ആയിരിക്കണം. പറയുന്ന വാക്കുകളും എഴുതുന്ന പേനയും ഒരുപോലെയാണ്. പറഞ്ഞാൽ തിരിച്ചറിയാൻ, എഴുതിയാൽ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. മായ്ച്ചു കളയാൻ പറ്റില്ല. നമ്മൾ മായ്ച്ചു കളയാൻ പറ്റില്ല. അതാണ് എഴുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം അതാണ്. മായ്ച്ചിട്ട് കാര്യമില്ല. ഇതാണ് രണ്ട് രീതി. പക്ഷെ അങ്ങനെ എഴുതിയത് മായ്ക്കേണ്ടതായി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വാക്ക് തിരുത്തേണ്ടതായി വന്നിട്ടുണ്ട്. അതിൽ ആരെങ്കിലും നമ്മൾ ഇത് തിരുത്തു മോളെ, അല്ലെങ്കിൽ ഇത് തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? മോസ്റ്റ്ലി എൻ്റെ ഡാഡിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കൽ. ഡാഡി ചില കാര്യങ്ങൾ പറയും, മോളെ നീ എപ്പോഴും ഇങ്ങനെ. എൻ്റെ ഡാഡി, ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ പഠിച്ചത് കർണാട്ടിക് മ്യൂസിക്കാണ്. അപ്പോൾ പക്ഷെ ഞാൻ അങ്ങനെ കർണാട്ടിക്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഇതിൽ പാടി, എപ്പോഴും അടിപൊളി മാത്രം പാടി അങ്ങനെ നടക്കുന്ന സമയത്ത് ഡാഡി എപ്പോഴും എടുത്ത് പറയും, മോളെ അത് തിരുത്തണം, നീ എപ്പോഴും അടിപൊളി മാത്രം പാടാണ്ട് നീ കുറച്ചും കൂടി ആളുകൾക്കുള്ള അങ്ങനത്തെ ഹാർട്ടിലേക്ക് ഇറങ്ങുന്ന സാധനങ്ങൾ പാടണം എന്നൊക്കെ പറയും ഡാഡി. അപ്പം എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കാറില്ല. അത് ഞാനും കൂടി ആലോചിക്കും, ഓക്കെ അത് കറക്റ്റാണോ അല്ലയോ, അല്ലെങ്കിൽ എനിക്കത് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പം അതുകൂടി ആലോചിച്ചിട്ട് എനിക്ക് ഓക്കെ ആവുന്നത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ഇതിനിടയ്ക്ക് ആരോ എൻ്റെ അടുത്ത്, മൈ തെറപ്പിസ്റ്റ് ടോൾഡ് മീ ദാറ്റ് വി ഷുഡൻറ്റ് ബി ബിൽഡിങ് വാൾസ് അറൗണ്ട് us. അതായത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളെപ്പോഴും, ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വാൾ ബിൽഡ് ചെയ്തു എനിക്ക് അറൗണ്ട്. ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു ലോകത്തിന്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ചില കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ആൻഡ് അതിൻ്റെ അകത്ത് ഞാൻ കയറി വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പം ഐ സ്റ്റാർട്ടഡ് ബിൽഡിങ് വാൾസ് അറൗണ്ട് മീ ബിക്കോസ് ഐ വാണ്ടഡ് ടു സെക്ലൂഡ് മീ, ബിക്കോസ് ഐ വാണ്ടഡ് ടു ബി പീസ്ഫുൾ. പക്ഷേ എൻ്റെ തെറപ്പിസ്റ്റ് അടുത്ത് പറഞ്ഞു, ട്രൈ ടു ബി ലൈക്ക് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ലൈക്ക് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, മറ്റേത് നമ്മൾ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഹൈ ബൗണ്ടറീസും ഉണ്ടാവും. പക്ഷെ ആ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണെങ്കിൽ അത് ഫ്ലോ ചെയ്യാനും പറ്റും. വാട്ട് എവർ കംസ് ഇൻ. എന്തൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും ലൈഫിൽ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, അത് എത്ര മോശം എക്സ്പീരിയൻസ് ആണെങ്കിലും എത്ര നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും അതിൻ്റെ അകത്തൊരു ലെസൺ ഉണ്ടാവും എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തിൻ്റെ അകത്തൊരു ലെസൺ ഉണ്ടെന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഒരു എക്സ്പീരിയൻസ് മോശമാവുന്നില്ല. അപ്പം ഏറ്റവും കൂടുതൽ പഴി കേട്ടിരിക്കുന്നത് എന്തിനായിരിക്കും? സോഷ്യൽ മീഡിയയിലാണെങ്കിലും മേ ബി എൻ്റെ ഡ്രസ്സിങ് രീതി എന്ന് പറഞ്ഞിട്ട്, തടി കൂടുതലാ എന്ന് പറഞ്ഞിട്ടൊക്കെ ബോഡി ഷേവിങ് ഒക്കെ കണ്ടതാണല്ലോ, നിങ്ങളെല്ലാവരും കാണുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളാരാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ അതിൻ്റെ ഭാഗമാണ്, അതൊരു പാക്കേജിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പം. പണ്ടൊക്കെ എനിക്ക് നല്ല വിഷമായിരുന്നു. പണ്ടൊക്കെ അയ്യോ, എനിക്ക് ഭയങ്കര സങ്കടം വരും. ഒരാൾ ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഞാൻ അങ്ങനെയല്ലല്ലോ. അപ്പം ആ സമയം ഐ വാണ്ടഡ് പീപ്പിൾ ടു നോ ദറ്റ് ഓക്കെ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ്. ഐ വാണ്ടഡ് ടു കറക്റ്റ് ദം.
ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ വിചാരിക്കും ഓക്കെ അങ്ങനെ അവർ വിചാരിക്കുന്നെങ്കിൽ അവരെന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ അവർ വിചാരിച്ചോട്ടെ, അവരുടെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ എന്താണെന്ന് എനിക്കും എൻ്റെ മോക്കും എൻ്റെ ഫാമിലിക്കും വളരെ ചുരുക്കം കുറച്ച് ഫ്രണ്ട്സിനും എന്നെ നന്നായിട്ട് അറിയാം, വളരെ നന്നായിട്ട് അറിയാം. എനിക്ക് ചില ടൈമിന് ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കില്ല. ഞാൻ ഭയങ്കര സോളിറ്ററി ആയിട്ട് വളരെ ഏകാന്തവാസം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂട്ടത്തിലിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഞാനൊരു സ്കൂട്ട് ചിലപ്പോൾ ചുമ്മാ നടക്കാനൊക്കെ പോകും. എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം, എൻ്റെ ഫ്രണ്ട്സിന് ചില സോൺസ് അറിയാം. ചില ടൈമിന് ഞാൻ ഫോൺ എടുക്കില്ല, ചില സമയത്ത് എനിക്ക് സംസാരിക്കണ്ട, ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക്. അത് വളരെ സ്വീറ്റായിട്ടും വളരെ സ്വീകാര്യതയോടും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് എനിക്ക് ചുറ്റും. അപ്പോൾ അതുകൊണ്ട് ഐ ക്യാൻ ബി മൈസെൽഫ് ദെയർ. ബാക്കിയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ പോയിട്ട് എനിക്ക് എൻ്റെ ഇങ്ങനത്തെ ഒരു സാധനം കാണിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഫസാഡ് ഇടും, അവിടെ ഒരു ലെയർ ഇടേണ്ടി വരുന്നുണ്ട് ചില ഏരിയാസിൽ. അത് പക്ഷേ പാർട്ട് ഓഫ് ദ ബിഗ് ഗെയിം. അത് അങ്ങനെ തന്നെയാണത്. അങ്ങനെ അല്ലാണ്ട് നടക്കൂല. ആ തീയോടുകൂടി നല്ലൊരു തീപ്പാട്ടൊക്കെ പറ്റാം, ഫയറും പറ്റാം. ഒരു ഇംഗ്ലീഷ് പാട്ട് പാടാം. 1 2 3 4. I walk a lonely road, the only one that I have ever known. Don't know where it goes, but it's home to me, and I walk alone. I walk this empty street on the boulevard of broken dreams, where the city sleeps, and I'll be walking alone, and I'll walk alone. My shadow's only one that walks beside me. My shallow heart's the only thing that's beating. Sometimes I wish someone out there would find me. Till then I walk alone. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാട്ട്. അത് ആദ്യം തെറ്റിയപ്പോൾ നമുക്കൊന്നും മനസ്സിലാകണല്ലോ, പക്ഷെ ഇവിടെ മൊത്തം മനസ്സിലാവണ്ടല്ലോ. ഇവിടെ ചിരി തുടങ്ങി. അയ്യോ എന്നാ കയ്യിൽ നിന്ന് പോയി, എന്നാലും പൊക്കോട്ടെ അല്ലേ? അതാണ് മാനേജർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.